നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. വരന്തരപ്പള്ളി വെട്ടിങ്ങപ്പാടത്ത് 10ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. വെട്ടിങ്ങപ്പാടം ഞാറ്റുവെട്ടി ദിനേശന്റെ മകൻ 15 വയസ്സുള്ള മണികണ്ഠനാണ് മരിച്ചത്. തൃശൂരും പാലക്കാടും തുടർച്ചയായ 2ാം ദിവസവും നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു. നോർത്ത് വടക്കാഞ്ചേരിയാണ് പ്രഭവ കേന്ദ്രമെന്ന് അധികൃതർ. പുലി ഭീതി ഒഴിയാതെ മാന്നാമംഗലം മരോട്ടിച്ചാൽ മേഖല. കഴിഞ്ഞ രാത്രിയും പുലിയെ കണ്ടതായി നാട്ടുകാർ. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ഓർമ്മ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ തിങ്കളാഴ്ച ബലിപെരുന്നാൾ ആഘോഷിക്കും. തൃശൂരിൽ K മുരളീധരനെ അനുകൂലിച്ച് ഫ്ലക്സ് ബോർഡ്. തൃശൂരിൽ DCC പ്രസിഡന്റായി VK ശ്രീകണ്ഠൻ ചുമതലയേൽക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. CITU ജില്ലാ വനിതാ കൺവെൻഷനും KV ജോസ് സ്മാരക വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. വരന്തരപ്പള്ളി വെട്ടിങ്ങപ്പാടത്ത് 10ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. വെട്ടിങ്ങപ്പാടം ഞാറ്റുവെട്ടി ദിനേശന്റെ മകൻ 15 വയസ്സുള്ള മണികണ്ഠനാണ് മരിച്ചത്. വേലുപ്പാടം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. 2 ദിവസമായി പനി കാരണം കുട്ടി സ്കൂളിൽ പോയിരുന്നില്ല. ഇതിനിടയിലാണ് ഞായറാഴ്ച രാവിലെ ഉറങ്ങിക്കിടന്ന കുട്ടിയെ വിളിച്ചപ്പോൾ അനക്കമില്ലാത്തത് കണ്ടത്. തുടർന്ന് വേലുപ്പാടത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് മരണം സംഭവിച്ചിരുന്നുവെന്ന് ഡോക്ടർമാർ അറിയിച്ചു. മരണകാരണം വ്യക്തമല്ല. മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വരന്തരപ്പള്ളി പോലീസ് നടപടികൾ സ്വീകരിച്ചു. തൃശൂരും പാലക്കാടും തുടർച്ചയായ 2ാം ദിവസവും നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു. ഞായറാഴ്ച പുലർച്ചെ 3:55 പ്രകമ്പനം ഉണ്ടായത്. നോർത്ത് വടക്കാഞ്ചേരിയാണ് പ്രഭവ കേന്ദ്രമെന്ന് അധികൃതർ അറിയിക്കുന്നു. കുന്നംകുളം, വടക്കാഞ്ചേരി, എരുമപ്പെട്ടി, വേലൂർ, തൃത്താല മേഖലകളിലാണ് പ്രകമ്പനം ഉണ്ടായത്. ശനിയാഴ്ചയും ഈ മേഖലകളിൽ ഭൂചലനം ഉണ്ടായിരുന്നു. ഞായറാഴ്ച ഏതാനും സെക്കൻഡുകൾ മാത്രമുണ്ടായ ഭൂചലനം തീവ്രത രേഖപ്പെടുത്താത്തതാണ്. വരും ദിവസങ്ങളിൽ തുടർചലനങ്ങൾ പ്രതീക്ഷിക്കാമെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു. തൃശൂരും പാലക്കാടും തുടർച്ചയായ 2ാം ദിവസവും ഉണ്ടായ നേരിയ ഭൂചലനത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അടിയന്തര ഘട്ടങ്ങളിൽ സേവനത്തിന് അഗ്നിരക്ഷാസേനയും ആശുപത്രികളോടും സജ്ജരായിരിക്കുവാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മന്ത്രി K രാജൻ പറഞ്ഞു. നമ്മുടെ കുന്നംകുളം വടക്കാഞ്ചേരി മേഖലയിൽ 2 തവണകളിലായിട്ടുണ്ടായ ഭൂചലനവുമായി ബന്ധപ്പെട്ടൊരു അടിയന്തര യോഗം ഇന്ന് ഉച്ചയ്ക്ക് മന്ത്രിയുടെ തന്നെ അധ്യക്ഷതയിൽ ADM ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥന്മാരും ചേരുകയുണ്ടായി. അപ്പോൾ 15-ാം തീയതി രാവിലെ 8:15 16-ാം തീയതി രാവിലെ 3:55 2 ചലനങ്ങളുണ്ടായി എന്നുള്ളതാണിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ 2ൻ്റെയും ഒരു പൊതുസ്ഥിതി പരിശോധിച്ച് നോക്കിയപ്പോൾ ഏതാണ്ട് കുന്നംകുളം വടക്കാഞ്ചേരി റൂട്ടിൽ, അതായത് കൃത്യം പറഞ്ഞാൽ നോർത്ത് വടക്കാഞ്ചേരി എന്ന് പറയപ്പെടുന്ന വിധത്തിലാണ് ഇതിൻ്റെ പ്രഭവ കേന്ദ്രം എന്നാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. 15-ാം തീയതി ഉണ്ടായിട്ടുള്ള ഭൂചലനം റെക്ടർ സ്കെയിലിൽ 3 മാഗ്നിറ്റ്യൂഡ് വരെ കാണിച്ചിട്ടുള്ളതാണ്. 1 മുതൽ 10 വരെയുള്ള മാഗ്നിറ്റ്യൂഡുകളാണ് സാധാരണ അളവിനായിട്ട് ഉപയോഗിക്കുക. 5 മാഗ്നിറ്റ്യൂഡ് കഴിഞ്ഞാൽ കുറേ കൂടി ഗൗരവമായിട്ടത് മാറും. ഇത് 3 മാഗ്നിറ്റ്യൂഡാണ് 15-ാം തീയതി കാണിച്ചത്. ഇന്നലെ 2.9. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ഓർമ്മ പുതുക്കി ഇസ്ലാം മത വിശ്വാസികൾ തിങ്കളാഴ്ച ബലിപെരുന്നാൾ ആഘോഷിക്കും. വിശ്വാസികൾക്ക് ഇത് വലിയ പെരുന്നാളാണ്. ഈദുൽ അദ്ഹ എന്ന ഈ ആഘോഷം ഇന്ത്യയിൽ ബക്രീദ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള വലിയ ആഘോഷം കൂടിയാണ് ബലിപെരുന്നാൾ. 3 ഘട്ടങ്ങളിലായാണ് ബക്രീദ് ആഘോഷം നടക്കുന്നത്. തനിക്കുള്ളത് ഉപേക്ഷിക്കുക, തനിക്കുള്ളത് കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും കുടുംബങ്ങൾക്കും നൽകുക, ദരിദ്രർക്ക് ദാനം നൽകുക. ഈ 3 പുണ്യകരമായ പ്രവൃത്തിയാണ് ബലിപെരുന്നാൾ ദിനം അനുഷ്ഠിക്കുന്നത്. പുലി ഭീതി ഒഴിയാതെ മാന്നാമംഗലം മരോട്ടിച്ചാൽ മേഖല. കഴിഞ്ഞ രാത്രിയും പുലിയെ കണ്ടതായി നാട്ടുകാർ. ഇത്തവണ ബൈക്ക് യാത്രികനാണ് പുലിയെ കണ്ടതായി പറയുന്നത്. സംഭവത്തെ തുടർന്ന് റവന്യൂ മന്ത്രി K രാജനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും സ്ഥലത്ത് സന്ദർശിച്ചു.
മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന തരത്തിൽ കൺട്രോൾ റൂം സജ്ജമാക്കുമെന്നും ഒരാഴ്ചക്കാലം പ്രദേശത്ത് ഫോറസ്റ്റിന്റെ നേതൃത്വത്തിൽ രാത്രികാല പട്രോളിംഗ് ഉറപ്പാക്കുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. ആവശ്യമെങ്കിൽ പോലീസിന്റെ സഹായവും ഉറപ്പാക്കും. പ്രദേശവാസികളുമായും തദ്ദേശ സ്ഥാപന അധികൃതരുമായും ആശയവിനിമയം നടത്തി. പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലും ചില സ്വകാര്യ ഭൂമികളിലും സാധാരണയിലും ഏറെയായി പുല്ലുകളും മറ്റും ചെടികളും വളർന്നു നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം തന്നെ 6 ക്യാമറകൾ വ്യത്യസ്ത ആംഗിളിൽ സ്ഥാപിച്ച് നിരീക്ഷിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ 1 ക്യാമറ മാത്രമാണ് ഉള്ളത്. മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനിൽ പരിമിതമായ ജീവനക്കാർ മാത്രം ഉള്ളതിനാൽ കൂടുതൽ പേരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കാൻ പട്ടിക്കാട് റേഞ്ച് ഓഫീസർക്ക് നിർദ്ദേശം നൽകി. സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാമെന്ന് വനമന്ത്രി ഉറപ്പു നൽകിയതായും മന്ത്രി കെ രാജൻ അറിയിച്ചു. സന്ദർശനത്തിൽ പഞ്ചായത്ത് അധികൃതർ, വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അനുഗമിച്ചു. ഞാൻ വണ്ടി ബാക്കിൽ സ്ലോ ചെയ്ത് നിർത്തി അവിടെ ചാടി റോഡിന്റെ ഇപ്പുറത്തേക്ക് ഇത്ര ദൂരത്തിൽ ഒറ്റച്ചാട്ടത്തിൽ വന്നു. ചാടി അപ്പൊ തന്നെ അങ്ങോട്ട് പാസ് ചെയ്ത് പോയി. ഭയങ്കര സ്പീഡിലായിരുന്നു. പട്ടിയേക്കാൾ പൊക്കണ്ട. പട്ടിയുടെ വലിപ്പം നമ്മുടെ ഈ ഒരു കൈയുടെ പകുതി ഉണ്ട്. അപ്പൊ അതങ്ങനെ കണ്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ആശയക്കുഴപ്പത്തിലാണ് നിൽക്കണേ. നമ്മൾ കണ്ടിട്ടുള്ള സ്ഥലങ്ങളുണ്ടല്ലോ. ഇവിടെ വലിയൊരു മോഹനായിട്ട് പട്ടിയെ പിടിച്ചതല്ലേ നേരത്തെ? അറിയാൻ പറ്റാം. ശരി, അവിടെയും വേണം, ഇതിന്റെ സ്ഥലത്തും വേണം. ഇനി നമ്മൾ ഇത് ചാടി കടന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ആരെങ്കിലും വേറെ റിപ്പോർട്ട്? പക്ഷെ നമ്മൾ അത് നോക്കണ്ട. നമ്മൾ ഇന്നലെ നമ്മൾ സംസാരിച്ച് പറഞ്ഞ പോലെ ബാക്കിയുള്ളവർക്ക് 2 ക്യാമറയും കൂടി കൂടുതൽ ക്യാമറ. ഞാനത് മിനിസ്റ്ററോട് ഇന്നലെ സംസാരിച്ചിട്ടുണ്ട്. ഇവരറിഞ്ഞ വിളിക്കണം. എന്നിട്ട് ഞാൻ പട്ടികാട് റേഞ്ചറെ വിളിച്ച് സംസാരിച്ചു. തൃശൂരിൽ കെ മുരളീധരനെ അനുകൂലിച്ച് ഫ്ലക്സ് ബോർഡ്. DCC ഓഫീസിലേക്കുള്ള വഴിയിലാണ് ഞായറാഴ്ച രാവിലെ ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. കെ മുരളീധരനോട് മാപ്പ് അപേക്ഷിച്ചാണ് ഫ്ലക്സ് ബോർഡ്. വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ചതിയുടെ പത്മവ്യൂഹത്തിൽപ്പെട്ട് യുദ്ധഭൂമിയിൽ പിടഞ്ഞു വീണ മുരളിയേട്ട മാപ്പ്, നയിക്കാൻ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളുമില്ല എന്നെഴുതിയ ബോർഡാണ് പ്രത്യക്ഷപ്പെട്ടത്. തൃശൂരിൽ DCC പ്രസിഡന്റായി VK ശ്രീകണ്ഠൻ ചുമതലയേൽക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. VK ശ്രീകണ്ഠൻ MP തൃശൂർ DCCയുടെ താൽക്കാലിക പ്രസിഡന്റായി ചുമതലയേറ്റു. പാർട്ടി നൽകിയ ഉത്തരവാദിത്തം ആത്മാർത്ഥമായി നിർവഹിക്കുമെന്ന് പറഞ്ഞ ശ്രീകണ്ഠൻ തൃശൂർ DCC ഓഫീസിൽ ഇനി പുകയുണ്ടാകില്ലെന്നും എഴുതിത്തള്ളാൻ കഴിയുന്ന സ്ഥലമല്ല തൃശൂർ എന്നും പറഞ്ഞു. തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമെന്നും ചേലക്കര, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് വിജയിക്കുമെന്നും VK ശ്രീകണ്ഠൻ കൂട്ടിച്ചേർത്തു. പറഞ്ഞതിൽ ചില അപാകത ഉണ്ട്. തൃശ്ശൂരിലെ പരാജയത്തിന് ശേഷം ഭാരവാഹികളെ മാറ്റിയതല്ല, അവരത് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെച്ചതാണ്. ഇപ്പോൾ തൃശ്ശൂർ DCC പ്രസിഡന്റിൻ്റെ ചുമതല എനിക്ക് നൽകിയിരിക്കുകയാണ്. പാർട്ടി നൽകിയ ഉത്തരവാദിത്വം വളരെ ആത്മാർത്ഥമായി നിർവഹിക്കാൻ വേണ്ടി എത്തിയതാണ്. ചാർജ് എടുക്കാൻ പോകുന്നേ ഉള്ളൂ. വിശദമായിട്ട് നമുക്ക് പിന്നീട് പ്രതികരിക്കാം. നിങ്ങൾ പറയുന്ന പോലെ പരാജയം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഒരു പുനർചിന്തനത്തിന് വഴിവെച്ചിരിക്കുന്നത്. CITU ജില്ലാ വനിതാ കൺവെൻഷനും KV ജോസ് സ്മാരക വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. CITU സംസ്ഥാന കമ്മിറ്റി അംഗം ലതാ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KK രാമചന്ദ്രൻ MLA അവാർഡ് ദാനം നിർവഹിച്ചു. ഷീജ വത്സൻ, CWFI അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി UP ജോസഫ്, അഖിലേന്ത്യാ വിമൻസ് കൺവീനർ ഷീല അലക്സ്, TTBCWU പ്രസിഡന്റ് കോനിക്കര പ്രഭാകരൻ, TDBCWU സെക്രട്ടറി ഉല്ലാസ് കളക്കാട്ട്, CITU കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ കൊടകര ഏരിയ സെക്രട്ടറി MK അശോകൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഉമ്മു റഹ്മത്ത്, വിജയലക്ഷ്മി, ബിന്ദു, കൃഷ്ണവേണി, PG വാസുദേവൻ നായർ എന്നിവർ പ്രസംഗിച്ചു. നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ടും അഭിവാദ്യം ചെയ്തുകൊണ്ടും നമ്മുടെ ഈ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള ബഹുമാനിയായ ആദരണീയായ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ടീച്ചറെ ഏറെ സ്നേഹാദരപൂർവ്വം സംഘടനയ്ക്ക് വേണ്ടി ഞാൻ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം നിർത്തുന്നു. നിർമ്മാണ തൊഴിലാളികളുടെ സംഘടന വനിതകളുടെ സവിശേഷമായ പ്രശ്നങ്ങൾ
ഈ തൊഴിലാളികളുടെ അവകാശങ്ങളും അന്തസ്സും സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്ത് ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി വിളിച്ചു ചേർത്തിട്ടുള്ള ഈ കൺവെൻഷനിൽ നിറഞ്ഞ ഹൃദയത്തോടുകൂടി പങ്കെടുക്കുന്ന എല്ലാ വനിതാ സഖാക്കൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ഒരു പ്രവർത്തക എന്ന നിലയിൽ കൂടി ഈ മഹിളാ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന എല്ലാ സഖാക്കളോടും ഐക്യദാർഢ്യം രേഖപ്പെടുത്താനും അവരുമായി കൈകോർക്കുവാനും ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. സംസ്ഥാന പൊതുവിതരണ വകുപ്പ് നടപ്പിലാക്കുന്ന കെ സ്റ്റോർ പദ്ധതി മുകുന്ദപുരം താലൂക്കിലും ആരംഭിച്ചു. ചെങ്ങാലൂരിൽ റേഷൻ കട പരിസരത്ത് കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അൽജോ പുളിക്കൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി സുധീർ, PC സുബ്രൻ, താലൂക്ക് സപ്ലൈ ഓഫീസർ J അനിൽകുമാർ, പുതുക്കാട് റേഷനിംഗ് ഇൻസ്പെക്ടർ VG ബെനീജ് എന്നിവർ പ്രസംഗിച്ചു. കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMU സംസ്ഥാന കമ്മിറ്റിയുടെ തരിശ് ഭൂമി കൃഷിയോഗ്യമാക്കുന്നതിന്റെ ഭാഗമായി അളകപ്പനഗർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറുപ്പംകുളത്ത് ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. BKMU ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റ് അജിത മാധവൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PC സാജു, CPI ലോക്കൽ സെക്രട്ടറി KR അനൂപ്, CB സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. KC മാധവൻ, KR നളിനി, SM റാഫി, പ്രവീൺ കളരിക്കൽ, സുരേഷ് കുറുപ്പംകുളം എന്നിവർ സന്നിഹിതരായിരുന്നു. പുതുക്കാട് KSKTU ജില്ലാ സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. KSKTU ജില്ലാ പ്രസിഡന്റ് MK പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി TK വാസു, CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, KSKTU അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം ലളിത ബാലൻ, സംസ്ഥാന കമ്മിറ്റി അംഗം VD ദേവസി, AS കുട്ടി, KJ ഡിക്സൺ, AS ദിനകരൻ, PS വിനയൻ, AR കുമാരൻ, MR രഞ്ജിത്ത്, EK അനൂപ്, P മോഹൻദാസ്, KM അഷ്റഫ് എന്നിവർ പ്രസംഗിച്ചു. PK ശിവരാമനെ ചെയർമാനായും KJ ഡിക്സനെ കൺവീനറായും EK അനൂപിനെ ട്രഷററായും 501 അംഗ ജനറൽ കമ്മിറ്റിയെയും 251 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ജൂലൈ 10, 11 തീയതികളിൽ കൊളത്തൂർ കാവലൂർ പാർക്ക് ഓഡിറ്റോറിയത്തിലാണ് ജില്ലാ സമ്മേളനം നടക്കുക. സാഹചര്യങ്ങളിൽ മാറ്റം വന്നു, തൊഴിൽ മേഖലയിൽ മാറ്റം വന്നു. അതിൻ്റെ ഒരു ഭാഗമായി എല്ലാ മേഖലയിലും ഉള്ള പോലെ തന്നെ കർഷക തൊഴിലാളി മേഖലയിൽ വിശേഷിച്ചു കാർഷിക മേഖലയിൽ തൊഴിലെടുക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്ന സ്ഥിതി കേരളത്തിലുണ്ടായി. അതിൻ്റേതായിട്ടുള്ള ചില ദൗർബല്യങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന സംഘടനാ പ്രവർത്തനം. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടകര മേഖലാ കൺവീനർ PN ഷിനോഷിനെതിരെ നടന്ന ആക്രമണത്തിൽ ആക്രമികളെ പിടികൂടുന്നതിന് പകരം ഷിനോഷിനെ പ്രതിയാക്കി കേസെടുത്ത സംഭവത്തിൽ ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടകര മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. പുതുക്കാട് പോലീസ് വാദിയെ പ്രതിയാക്കുകയായിരുന്നുവെന്നും വളാഞ്ചേരി കൈക്കൂലി കേസിൽപ്പെട്ട് ഒളിവിൽ പോയ പുതുക്കാട് മുൻ CI UH സുനിൽദാസിനെയും മറ്റു ഉദ്യോഗസ്ഥരെയും സംരക്ഷിക്കുന്ന നിലപാടാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചതെന്നും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടകര മേഖലാ പ്രസിഡന്റ് KK സോജ, മേഖലാ സെക്രട്ടറി TM ശിഖാമണി എന്നിവർ ആരോപിച്ചു. ഇക്കഴിഞ്ഞ ഡിസംബറിൽ നിരോധിത വഴിയിലൂടെ പോയ പൈനാടത്തെ ക്രഷറിന്റെ ടിപ്പർ തൊട്ടടുത്തുള്ള വെള്ളം നിറഞ്ഞ ക്വാറിയിലേക്ക് മുങ്ങിപ്പോയിരുന്നു. നിരോധനം ലംഘിച്ച് ഗതാഗതം നടത്തി അപകടം വരുത്തിവെച്ച ക്വാറി ഉടമയ്ക്കെതിരെ ഷിനോഷ് പുതുക്കാട് പോലീസിൽ പരാതി നൽകിയിരുന്നു. ടിപ്പർ ഉയർത്തുന്ന സ്ഥലത്ത് നിരവധിയായ നാട്ടുകാരും പോലീസും നോക്കി നിൽക്കെ മറുകരയിൽ ഒറ്റയ്ക്ക് നിൽക്കുകയായിരുന്ന പരാതിക്കാരനായ ഷിനോഷിനെ 4 പേർ ചേർന്ന് ആക്രമിക്കുകയുണ്ടായി. ആക്രമണം നടന്നിട്ട് 6 മാസം കഴിഞ്ഞിട്ടും നാളിതുവരെ ആക്രമികളെ പിടികൂടാൻ പോലീസ് തയ്യാറായിട്ടില്ലെന്നും പരിഷത്ത് ഭാരവാഹികൾ പറഞ്ഞു. പ്രവാസ് യോജനയുടെ ഭാഗമായി പുതുക്കാട് മേഖല കണ്ണമ്പത്തൂർ യൂണിറ്റ് യോഗം ജില്ലാ പ്രസിഡന്റ് KB വിനോദ് ഉദ്ഘാടനം ചെയ്തു. KS വിനോദ് അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി ഉണ്ണി പുതിയടത്ത്, TS മനോജ്, ഷീനിമ വിനു എന്നിവർ പ്രസംഗിച്ചു. യൂണിറ്റ് പ്രസിഡന്റായി VR രേഷ്മയെയും സെക്രട്ടറിയായി ER സജിതയെയും ട്രഷററായി TR സിജിയെയും തെരഞ്ഞെടുത്തു. നെല്ലായി, വയലൂർ,
സഖാവ് സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ കൊച്ചനജ പിഷാരടി അനുസ്മരണം, SSLC +2 വിജയികൾക്കുള്ള അനുമോദനം എന്നിവ സംഘടിപ്പിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം T ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. NS മഹേശ്വരൻ അധ്യക്ഷത വഹിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് മുഖ്യാതിഥിയായി. ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കവിത സുനിൽ, പറപ്പൂക്കര പഞ്ചായത്ത് അംഗം MK ശൈലജ, സുമേഷ് കൃഷ്ണൻ, R രാജേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിൽ ഇരട്ട സ്വർണം നേടിയ മറ്റത്തൂർ തേനീച്ച വളർത്തൽ കൂട്ടായ്മയിലെ അംഗമായ പോൾ ദാസിന് മറ്റത്തൂർ തേനീച്ച വളർത്തൽ കൂട്ടായ്മ സ്വീകരണം നൽകി. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം KR ഔസഫ് അധ്യക്ഷത വഹിച്ചു. ശശി ആര്യാടൻ, സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, കാസിം, ഷൈജു, അജിത എന്നിവർ പ്രസംഗിച്ചു. ആലോചിച്ച് കൊണ്ടുപോകണം. എല്ലാ സപ്പോർട്ടും പഞ്ചായത്തിന്റെ പേരിലുണ്ടാവും. ഉടനെ തന്നെ നമുക്ക് ആ മീറ്റിംഗ് ഒന്ന് വിളിപ്പിക്കാം. ഞാൻ എന്തെങ്കിലും തിരക്ക് കിട്ടുപോയാൽ എന്നെ ഓർമ്മിപ്പിക്കാം. മീറ്റിംഗ് വിളിക്കാറായോന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഞാനത് സെറ്റ് ചിലപ്പോൾ ഒന്ന് മറന്നു പോയി. ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും തിരക്ക് വന്നു. എന്തായാലും ഈ മാസം കൊണ്ട് തന്നെ നമുക്കത് കൂടി പൂർത്തീകരിക്കാം എന്ന് കൂടി പറയുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി മോഹൻദാസേട്ടന് അദ്ദേഹത്തിന്റെ ഭാര്യ ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയൊരു ഫാമിലി സപ്പോർട്ട് എല്ലാം ഒരു നാടിന്റെ മൊത്തം അഭിമാനമായിട്ട് നിൽക്കുന്ന ഓളേട്ടന് ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഇനിയുള്ള അദ്ദേഹത്തിന്റെ വിജയത്തിന് അദ്ദേഹത്തെ ഒറ്റയ്ക്കല്ല നമ്മളെല്ലാവരും കൂട്ടായിട്ടുണ്ടാവണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനം ചെയ്താൽ അറിയിക്കുന്നു. ഇഞ്ചക്കുണ്ട് സ്വദേശിയായ യുവാവ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് സുമനസ്സുകളുടെ സഹായം തേടുന്നു. പുതുശ്ശേരി വീട്ടിൽ രാജുവാണ് ചികിത്സാ സഹായം തേടുന്നത്. ഭാര്യ സിനി കരൾ നൽകുവാൻ തയ്യാറായെങ്കിലും പക്ഷേ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി വരുന്ന 40 ലക്ഷത്തോളം രൂപ കണ്ടെത്താനായില്ല. തുടർന്ന് പഞ്ചായത്ത് അംഗങ്ങളായ റോസ്ലി തോമസ്, NP അഭിലാഷ്, ബേനസീർ മൊയ്തീൻ എന്നിവർ ഭാരവാഹികളായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു. ഇതിനായി ഫെഡറൽ ബാങ്കിന്റെ കോടാലി ബ്രാഞ്ചിൽ അക്കൗണ്ടും ആരംഭിച്ചു. ഉദാരമതികൾക്ക് 1700 02 00 00 4555 എന്ന അക്കൗണ്ട് മുഖേനയും 9605 601185 എന്ന ഗൂഗിൾ പേ നമ്പറിലൂടെയും സഹായം നൽകാം. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. LBS ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ തൃശൂർ മേഖലാ കേന്ദ്രത്തിൽ തൊഴിലധിഷ്ഠിത കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. +2, പ്രീ-ഡിഗ്രി, ഡിഗ്രി, കൊമേഴ്സ് കഴിഞ്ഞവർക്ക് 4 മാസത്തെ ടാലി കോഴ്സിനും 6 മാസത്തെ CCFA, SSLC ഉള്ളവർക്ക് 3 മാസത്തെ പൈത്തൺ പ്രോഗ്രാമിംഗ്, 4 മാസത്തെ ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, 2 മാസത്തെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്, C++ കോഴ്സുകൾക്ക് അപേക്ഷിക്കാം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ലാൻഡ് ലൈൻ 048722507551. മൊബൈൽ നമ്പറുകൾ ആദ്യ നമ്പർ 7559935097, അടുത്ത നമ്പർ 9447918589. ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ വിവിധ തസ്തികകളിൽ ജീവനക്കാരെ നിയമിക്കുന്നു. ആയ യോഗ്യത 7ാം ക്ലാസ്, കുക്ക് യോഗ്യത 7ാം ക്ലാസ്, ഹോട്ടൽ മാനേജ്മെന്റ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് കോഴ്സ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന, FTS 7ാം ക്ലാസ്, ഗാർഡനർ എഴുത്തും വായനയും അറിഞ്ഞിരിക്കണം, കൃഷിപ്പണിയിലുള്ള പരിചയം, പട്ടികവർഗ വിഭാഗക്കാർക്ക് മുൻഗണന. താല്പര്യമുള്ളവർ ഈ മാസം രാവിലെ 10:30 നടത്തുന്ന വാക്ക്-ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9207098160. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6650 രൂപ, പവന് 53200 രൂപ. റിട്ടയർഡ് മേജർ വരന്തരപ്പള്ളി പള്ളിക്കുന്ന് പുറത്തൂര് മൊയലൻ AV കുഞ്ഞിപ്പാലു അന്തരിച്ചു. 93 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10-ന് പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിൽ. ജോളി, ഷീല, ആനി എന്നിവർ മക്കളും, ജോസ് തെക്കേത്തല, ജോൺസൺ വട്ടക്കുഴി, ഫ്രാൻസിസ് കാക്കശ്ശേരി എന്നിവർ മരുമക്കളുമാണ്. മണ്ണമ്പേട്ട വെള്ളപ്പാടി ശങ്കുണ്ണി അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പാർവതിയാണ് ഭാര്യ. ഷാജി, ഷീജ, ജിഷ എന്നിവർ മക്കളും, സുഭദ്ര, അശോകൻ, അരവിന്ദാക്ഷൻ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ
സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. വരന്തരപ്പള്ളി വെട്ടിങ്ങപ്പാടത്ത് 10ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. വെട്ടിങ്ങപ്പാടം ഞാറ്റുവെട്ടി ദിനേശന്റെ മകൻ 15 വയസ്സുള്ള മണികണ്ഠനാണ് മരിച്ചത്. തൃശൂരും പാലക്കാടും തുടർച്ചയായ 2ാം ദിവസവും നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു. നോർത്ത് വടക്കാഞ്ചേരിയാണ് പ്രഭവ കേന്ദ്രമെന്ന് അധികൃതർ. പുലി ഭീതി ഒഴിയാതെ മാന്നാമംഗലം മരോട്ടിച്ചാൽ മേഖല. കഴിഞ്ഞ രാത്രിയും പുലിയെ കണ്ടതായി നാട്ടുകാർ. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ഓർമ്മ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ തിങ്കളാഴ്ച ബലിപെരുന്നാൾ ആഘോഷിക്കും. തൃശൂരിൽ കെ മുരളീധരനെ അനുകൂലിച്ച് ഫ്ലക്സ് ബോർഡ്. തൃശൂരിൽ DCC പ്രസിഡന്റായി VK ശ്രീകണ്ഠൻ ചുമതലയേൽക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. CITU ജില്ലാ വനിതാ കൺവെൻഷനും KV ജോസ് സ്മാരക വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.